സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. തിരുവനന്തപുരത്ത് ട്രെയിനുകൾ തടഞ്ഞു. വേണാട് രപ്തിസാഗർ ജനശതാബ്ദി എക്സ്പ്രസുകൾ തടഞ്ഞു. വേണാട് എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ട്രെയിനുകൾ വൈകുന്നു. അതേസമയം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരത്തേക്കുള്ള ചെന്നൈയിൽ മെയിൽ തൃപ്പൂണിത്തറയിൽ തടഞ്ഞു. എറണാകുളത്ത് നിന്നുള്ള KSRTC ഷെഡ്യൂളുകൾ മുടങ്ങി. വയനാട് നിന്നുള്ള KSRTC സർവീസുകളും മുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വയനാട്ടിലേക്കുള്ള സർവീസുകളും മുടങ്ങി. തൊഴിലില്ലായ്മ പരിഹരിക്കുക, പ്രതിമാസ വരുമാനം 18,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളെല്ലാം 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബസ്, ഓട്ടോ, ടാക്സി സർവീസുകളെല്ലാം നിലച്ചു. റെയിൽവേ, എയർപോർട്ടിംഗ്, തുറമുഖം തുടങ്ങിയ മേഖലകളും പണിമുടക്കിൽ ഭാഗമായി. KSRTC തൊഴിലാളികളും പണിമുടക്കുന്നതിനാൽ സർവീസ് നിശ്ചലമായി. എന്നാൽ ശബരിമലയിലേക്കുള്ള സർവീസുകൾ തുടരുകയാണ്. റെയിൽവേ ജീവനക്കാരിൽ BMS ഒഴികെയുള്ള തൊഴിൽ യൂണിയനുകളും പണിമുടക്കിന് അനുകൂലമാണ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ DGP ലോക്നാഥ് ബെഹ്റയും നിർദ്ദേശിച്ചിട്ടുണ്ട്. കടകളും സ്ഥാപനങ്ങളും ബലമായി അടപ്പിക്കുന്നവരെയും വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നവരെയും ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശം. സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്നും നാളെയും പ്രവൃത്തി ദിവസങ്ങളാണെങ്കിലും ബഹുഭൂരിപക്ഷം അധ്യാപകരും ജീവനക്കാരും എത്തുമോ എന്നതിലാണ് ആശങ്ക. പണിമുടക്കിയാൽ KSRTCക്ക് 2 ദിവസം കൊണ്ട് 12 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും MD ടോമിൻ തച്ചങ്കരി യൂണിയനുകളോട് ആവശ്യപ്പെട്ടെങ്കിലും യൂണിയനുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അതേസമയം ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സുരക്ഷ പോലീസ് നൽകും. കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളെയും ശബരിമല തീർത്ഥാടകരെയുമാണ് ഇപ്പോൾ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പണിമുടക്ക് ദിനം കടകൾ തുറന്നു പ്രവർത്തിക്കാൻ വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചുവെങ്കിലും അത് പൂർണ്ണമായി ഫലം കാണുന്നില്ല. BJP ഹർത്താലിനെതിരെ CPM പ്രവർത്തകർ രംഗത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ പണിമുടക്ക് ദിനം സമാനമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.